ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നൊരു മുട്ട മേടിക്കാൻ പോകുന്ന ചടങ്ങിലേക്ക് സ്വാഗതം. ഇന്നാണെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസും കൂടി വെച്ചിട്ടാണ്, കാരണം ഞങ്ങൾ ഇന്ന് നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതാണ്. മൊബൈൽ നെറ്റ്വർക്ക് അത്യാവശ്യത്തിന് ഒരു നെറ്റ്വർക്ക് പോലും ഇല്ല ഞങ്ങൾക്ക്. പക്ഷേ ആക്ച്വലി കട അടച്ചു. 5 വർഷം മുന്നേ വലിയൊരു വെള്ളപ്പൊക്കം വന്നു ഗൈസ്. ഇന്നിവിടെ ചെറുതായിട്ട് ചെറിയ രീതിയിൽ. സത്യമായി നമ്മളുടെ സ്ഥലത്ത് ഇതുവരെ തണുപ്പേ ഇല്ലായിരുന്നു. തണുപ്പ് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. മഞ്ഞാണ് ഗൈസ്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പോലെ കണ്ടാൽ തോന്നുമെങ്കിലും എന്തെല്ലാമൊക്കെയോ ആവശ്യമുള്ള സാധനങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് പെറുക്കി എടുത്തിട്ടുണ്ട്. ബട്ട് സ്നോ വീഡിയോയിലൊന്നും കാണുന്നില്ല. ഇപ്പം മഞ്ഞ് ശരിക്കും നേരെ നോക്കുമ്പോൾ നല്ലോണം വീഴുന്നുണ്ട്, ബട്ട് വീഡിയോ ഒന്നും കാണുന്നില്ല. ഫസ്റ്റ് ടൈമാണ് സ്നോ കാണുന്നത്. നമ്മുടെ വയനാട്ടിൽ ആദ്യമായിട്ട് മുട്ട മേടിക്കാൻ വന്നിട്ട് മുട്ട വെച്ച് ബാക്കിയെല്ലാം ഞങ്ങൾ മേടിച്ചു. മുട്ട മാത്രം ഇവിടെയൊന്നും കാണുന്നില്ല. ആർക്കാണിത് കൊടുക്കുന്നത്? Who is that? Valentine? ഇത് മണമൊന്നുമില്ല ഗൈസ്. ഞങ്ങളങ്ങനെ നടന്ന് വിശന്ന് ഒരു ബർഗർ തിന്നാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളൊരു ബർഗറും കോഫിയും കൂടെ ഓർഡർ ചെയ്തു. എനിക്ക് ആരുമില്ല വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് ഒന്നും തരാൻ വേണ്ടി. സോ ഞാൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പൂവെടുത്ത് കൈ പിടിച്ച് വെച്ചേക്കാണ്. ദിസ് ഈസ് മൈ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ്. ദിസ് ഇസ് ഗീവൺ മൈ ദി കഫേയിലെ ടേബിളിൽ അലങ്കരിക്കാൻ വെച്ച പൂവാണ്. ഒറിജിനൽ